നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ എടുത്ത് കാണിക്കണം. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ കാശുകാരനായിട്ടുള്ള ഒരു മണ്ടനായ കച്ചവടക്കാരൻ്റെയും പൊട്ടനായ മന്ത്രിയുടെയും മണ്ടത്തരം. അല്ലെങ്കിൽ രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു കച്ചവടക്കാരൻ ഇവിടുത്തെ ഒരു മണ്ടനായ മന്ത്രിയെയും ആരാധകരെയും വികാരത്തിനെയും വിറ്റ് കാശുണ്ടാക്കി തൻ്റെ പുതിയ ചാനൽ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ രണ്ട് സാധ്യതകളെയും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കാം. ഈ രണ്ട് സാധ്യതകളെയും കുറിച്ച് ഞാൻ സംസാരിക്കാം. ആദ്യത്തെ സാധ്യത പറയാം. കാശുകാരനായിട്ടുള്ള ഒരു മണ്ടൻ എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തി നടത്തിയ വാർത്താ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവത്തിനെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് നമ്മുടെ കായിക വകുപ്പ് മന്ത്രിയുള്ള ആളുകൾ ഇയാളുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞത് എപ്പോഴാണ് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫയുടെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ വിൻഡോ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ സ്കെഡ്യൂൾ നോക്കാത്ത സാഹചര്യത്തിൽ ലയണൽ മെസ്സി ഈ സമയങ്ങളിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലാക്കാം. ഒരിക്കലും അയാൾ ഫുട്ബോളിനെയോ ഇൻ്റർനാഷണൽ ഫുട്ബോളിനെയോ ഒന്നും ഫോളോ ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത് എന്നറിയാം. കാരണം തോന്നുന്ന പോലെ സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിനും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ടൈം ഫ്രെയിമിൽ വന്ന് കളിക്കും എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സോ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു. പിന്നെ പുള്ളി വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞ കാര്യം ഡൽഹിയിൽ വന്ന് കളിക്കും, ബോംബെയിൽ വന്ന് കളിക്കും, കൊൽക്കത്തയിൽ വന്ന് കളിക്കും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന്. എന്തോന്ന് തേങ്ങാക്കൊലയാണ് ഇവർ പറയുന്നത്. അവർ പറയുന്നത് അർജൻറ്റീന ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുമെന്നല്ല. ലയണൽ മെസ്സി എന്ന് പറയുന്ന വ്യക്തിയെ അയാളുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മെസ്സി എന്ന ബ്രാൻഡിനെ കൊണ്ടുവന്ന് അവിടെ 7 a സൈഡ് മത്സരങ്ങളും മറ്റു പരിപാടികളിലും പങ്കെടുപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. അതിന് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ഇയാളിരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ആപാദചൂടം മണ്ടത്തരങ്ങളാണ്. പിന്നെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇവരെ പറ്റിച്ച് കാശുണ്ടാക്കണം, മെസ്സിക്ക് ഇവരെ പറ്റിച്ച് കാശുണ്ടാക്കണം എന്നൊക്കെ പറയുന്നതിനകത്ത് ലയണൽ മെസ്സിയുടെ ഏകദേശ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 14,000 കോടിക്ക് മുകളിലാണ്. അർജൻറ്റീന ഫുട്ബോൾ താരങ്ങളിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം സാലറി ഏകദേശം അതിനോടടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എന്ന് കരുതി മാംഗോ ഫോൺ, പിന്നെ മുട്ടിൽ മരമുറി, അങ്ങനെ നിരവധി സ്കാമുകൾ കേരളത്തിൽ നടത്തിയ ഒരു ടീമിനെ പറ്റിച്ച് കാശുണ്ടാക്കി പിഴച്ചു പോകേണ്ട ഗതികേട് അർജൻറ്റീൻ ഫുട്ബോൾ ടീമിനില്ല. കാരണം ഇവർ ലയണൽ മെസ്സിയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിൻഡോയിൽ ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജൻറ്റീന ടീമിൻ്റെ മത്സരം ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് 2-3 അറബ് കൺട്രീസും ചൈനയും റെഡിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പോസിബിലിറ്റിയിലേക്ക് വരാം. പിന്നെ മന്ത്രിയുടെ കാര്യം ഞാൻ പറയുന്നതേ ഇല്ല. ഒരു കാര്യമില്ല. എന്തുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കച്ചവടക്കാരൻ അയാളുടെ കച്ചവടത്തിന് വേണ്ടി എന്ത് മണ്ടത്തരവും വേണമെങ്കിലും പറയാം. മണ്ടനായിട്ട് അഭിനയിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അയാൾ പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള സാധനത്തുമായിട്ടും യാതൊരു വിധ താദാമ്യവും സത്യവുമായിട്ടും യാഥാർത്ഥ്യവുമായിട്ടും പൊരുത്തപ്പെട്ട് പോകാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് മന്ത്രി കയറി നെഞ്ചും വിരിച്ചെന്ന് താണ്ട കൊണ്ടുവരും, മെസ്സി ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് പുള്ളിക്ക് യാതൊരു മറുപടി കാണത്തില്ല. പുള്ളിക്ക് അബദ്ധം പറ്റി. ഇൻ്റർനാഷണൽ ഫുട്ബോളിനെ കുറിച്ചോ അതെങ്ങനെ നടത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാരണം നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് ഇന്ത്യയിൽ കളിക്കാനുള്ള അർജൻറ്റീൻ ഫുട്ബോൾ ടീമിൻ്റെ താല്പര്യത്തിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിരാകരിച്ചു എന്ന തരത്തിലൊരു ആർട്ടിക്കിൾ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മർഗുലോയിൽ നിന്നും വന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഉടനെ അത് വാർത്തയായി, കച്ചവടമായി. ഉടനെ നമ്മുടെ ഈ മന്ത്രി സാർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പറ്റില്ലെങ്കിൽ കേരളം നടത്തും. പിന്നെ ചെറിയൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കച്ചവടം നടത്തി കാശുണ്ടാക്കാൻ പറ്റുന്ന ടീമാണ് എന്ന് കോടികളുടെ സ്കാം കേരളത്തിൽ നടത്തി അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഒരു ടീമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചാനൽ അവരുടെ പ്രോഡക്റ്റ് ലോഞ്ചിന് ഈ ഒരു അവസരത്തിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പണ്ടത്തെ മാങ്ങ ഫോണ്, മരമുറി കേസ്, അങ്ങനെ കുറേ അധികം കേസുകൾ ഇവരുടെ പേരിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടോ വ്യക്തമായിട്ടോ ഉള്ള അറിവുകളില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് ലേഖനങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ
ഇവർ പോയി മരം മുറിച്ചോ, ഇവർ തന്നെ മാംഗോ ഫോൺ ഉണ്ടാക്കിയോ, മാംഗോ ഫോണിൻ്റെ പിന്നിൽ ഇവരുടെ ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വാർത്തയിൽ വന്നിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് നേരിട്ട് കണ്ടുള്ള അറിവൊന്നുമില്ല. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പർട്ടിക്കുലർ ആളുകൾ ഒരു സ്പോർട്സ് ചാനൽ ചലഞ്ച് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യമായിട്ട് വലിയ പുരോഗതിയൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാലും വലിയ കഥയൊന്നും ഇല്ലെങ്കിൽ ഏകദേശം 1,00,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട്. റീച്ച് എന്നേക്കാളൊന്നും ഇല്ല. അത് വേറെ കാര്യം. അത് എൻ്റെ ഗുണം കൊണ്ടാണ് റീച്ച് ഇല്ലാത്തത്. പണ്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അലസനായതുകൊണ്ടാണ് റീച്ച് ഇല്ലാത്തത്. നമുക്ക് തന്നെ ഏകദേശം 1,00,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വലിയ കാര്യമില്ല എന്നാലും. പക്ഷേ നേരെ മറിച്ച് മെയിൻ സ്ട്രീം ചാനൽ ഇത്രയും വലിയ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും അവർക്ക് ആകെ കിട്ടിയ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 20 സംതിങ് ആണ്. പിന്നെ അവരുടെ വീഡിയോയുടെ നിലവാരത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു എഡിറ്ററേയും നല്ലൊരു ക്യാമറമാനെയും നല്ലൊരു ക്യാമറയും നല്ലൊരു സ്റ്റുഡിയോയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ട് കിട്ടില്ല പട്ടക്കം സാധനം ഞാൻ ചെയ്ത് കാണിക്കും. പറ്റും. അത്രയും സംഭവം നമ്മുടെ ഓൾമോസ്റ്റ് ഫുട്ബോൾ അല്ലെങ്കിൽ എല്ലാ സ്പോർട്സും ഫോളോ ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ട്. കിഡില്ല സ്റ്റോറീസ് നിരവധി എടുത്ത് പെടയ്ക്കാൻ പറ്റും. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെയും ഫണ്ടിൻ്റെയൊക്കെ ഇഷ്യൂ തന്നെയാണുള്ളത്. അതോടെ നിൽക്കട്ടെ. അവരിങ്ങനൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അവരുടെ സ്പോർട്സ് ചാനലാണ് ഇവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു സ്കാമിലൂടെ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എനി പബ്ലിസിറ്റി ഈസ് പോസിറ്റീവ് പബ്ലിസിറ്റി ഓർ നെഗറ്റീവ് പബ്ലിസിറ്റി, എനി പോസിബിലിറ്റി ഈസ് പ്രോഫിറ്റ് എന്നാണ്. എനി പബ്ലിസിറ്റി ഈസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയായാലും വാർത്തകളിൽ ഇടം പിടിക്കുക, ഈ ഒരു സംഭവം ലൈവായി നിൽക്കുക, വൈബ്രൻ്റായി നിൽക്കുക. അപ്പം ആ ഒരു ചാനലിൽ കൂടെ ഈ മെസ്സി വരുന്നതിനേക്കുള്ള സാധനം അങ്ങോട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വികാരം മൂത്ത മണ്ടന്മാരായിട്ടുള്ള ആരാധകരിലോ മെസ്സിയെ കൊണ്ടുവരുന്ന മരമുറി ചാനൽ നമുക്ക് അങ്ങ് വിജയിപ്പിക്കാം, അതിൻ്റെ ആരാധകരാവാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അത് ഫോളോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവും. സ്വാഭാവികം തന്നെയാണ്. പിന്നെ എന്തെങ്കിലും കേസ് പറഞ്ഞ് അവരങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു അർജൻറ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ നിയമന്മാർ കാശ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കാശ് കൊടുത്തതിൻ്റെ തെളിവും കാര്യങ്ങളൊന്നും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതവർക്ക് കാശ് കൊടുത്ത കാര്യങ്ങൾ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ പ്രൈവറ്റ് കമ്പനി കാശ് കൊടുത്തതിനെക്കുറിച്ച് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ പോലും ഈ പ്രൈവറ്റ് കമ്പനിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ തള്ളി മറിച്ചെങ്കിൽ ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ കേസ് ഇപ്പോഴും എൻ്റെ തലയിലുണ്ട്. പക്ഷേ ഞാൻ അഭിപ്രായം പറഞ്ഞ ഒരു ടോണൊക്കെ ഇത്തിരി അഗ്രസീവായി, അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. എന്താകുമെന്ന് തമ്പുരാനറിയാം. അതോടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് ഏകദേശം ഒരു സെറ്റപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ മനസ്സിലായല്ലോ. വീണ് കിട്ടിയ ഒരവസരം മാർക്കറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ലയണൽ മെസ്സി ഒന്നും ഇവന്മാർ കൊണ്ടുവരാൻ പോകുന്നില്ല. അർജൻറ്റൈൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വരാൻ പോകുന്നില്ല, കളിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞു. ഇനിയിപ്പം അർജൻറ്റൈൻ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവന്നത് കൊണ്ടുപോലും ഇവിടെ ഒരു ലാഭവുമില്ല. ആക്ച്വലി ഈ മരമുറി ടീമിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേട്ടം എന്നതിനകത്തേക്ക് അപ്പുറം ഒന്നുമില്ല. അവരുടെ ചാനൽ ലോഞ്ച് ചെയ്യുക, ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കുക, തേങ്ങ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി വന്നാലും ഇല്ലെങ്കിലും ഇവന്മാർക്ക് ഇവരുടെ പരിപാടികൾ ഇവരുടെ സംസാരം കേട്ടാൽ ഫുട്ബോളിനെ കുറിച്ച് ഏകദേശ ധാരണയുള്ളതായിട്ട് നിൽക്കുമ്പോൾ മെസ്സി ഇവിടെ വന്ന് അർജൻറ്റീന വന്ന് ബൊംബെ കളിക്കും, ബംഗാളിൽ കളിക്കും, തേങ്ങാക്കൊല കളിക്കും എന്നൊക്കെ ആയിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചങ്ങ് തള്ളി വിടുക. അങ്ങനെയൊന്നും അവരാരും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഫിഫയുടെ വിൻഡോ പോലും നോക്കാതെ ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അന്ന് കളിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഇവന്മാർ എന്തെങ്കിലും ഒരു സാധനത്തിന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് വാലിഡിറ്റി ഒന്നും ഇല്ലെങ്കിൽ അവന്മാർ തിരിച്ചു കൊടുക്കും. അപ്പം അവർ പൈസ എവിടെ കൂടുതൽ കിട്ടും അങ്ങോട്ട് നോക്കിയൊക്കെ കളിക്കാനൊക്കെ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. അത് ഇവന്മാർ പറയുന്ന കൊണ്ട് ഇതിനകത്ത് വലിയ റോളും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത് കാര്യം. പിന്നെ കോടതി കയറ്റും, മെസ്സിയെ കാല് കുത്തിക്കില്ല. ഇന്ത്യയിൽ മെസ്സി എന്തോ റൈറ്റൊക്കെയാണ്. കേരളത്തിൽ വരുവാണെങ്കിൽ വരും, അല്ല ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് കേരളത്തിൽ വരാതിരിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. ആര് ഭീഷണിപ്പെടുത്തുന്നു? ഇവൻ ആരുവാ ലയണൽ മെസ്സിക്കെതിരെ കേസ് കൊടുക്കാൻ? ഇപ്പം എവിടെ കൊണ്ട് കേസ് കൊടുക്കും? ഇൻ്റർനാഷണൽ കോർട്ട് ഫോർ ആർബിട്രേഷൻ ഓഫ് സ്പോർട്സിലോ? അതാണല്ലോ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതികളുടെ അപ്പെക്സ് ബോർഡ്. അവിടെ പോയിട്ട് ആരെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും? ഹലോ, ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖനാണ്. എനിക്ക് പണ്ട് മാങ്കാഫോണിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, മുട്ടിൽ മരമരയുടെ ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ 1000-ലധികം കോടികളുടെ അഴിമതി നടത്തിയ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള എന്നെ അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷനും ലയണൽ മെസ്സിയും ചേർന്ന് മൂഞ്ചിച്ചു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ പറയും, എടുക്കുക, നിൻ്റെ പരാതി എടുത്ത് നാളായിട്ട് തിരുക, പോവുക. പരാതി നൽകാൻ പോലും ഒന്നും അല്ല ബ്രോ. ആക്ച്വലി അവിടെ പരാതിയും കൊണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം.
ഏതൊരു ക്ലബ്ബ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെഡറേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരിക്കണം. അല്ല പുറത്തുനിന്ന് ഒരുത്തിന് വന്ന് അയ്യോ എന്നെ കാശ് തരാമെന്ന് പറഞ്ഞാൽ അവർ പറ്റിച്ചെന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസ് ഹേഗ് അങ്ങോട്ടെല്ലാം പോകാൻ പറയും. അല്ലാതെ എവിടെ പോവാൻ? സ്കാമ് 130 കോടി തേച്ചെന്നും പറഞ്ഞ് മക്കളെ 130 കോടി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എമൗണ്ട് അല്ല. അത് മനസ്സിലാക്കും ഉണ്ണി. അല്ലാതെ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷനെയും ലയണൽ മെസ്സിയൊക്കെ കേരളത്തിൽ മൂട്ടിലിരുന്ന് ഇവിടുത്തെ മണ്ടന്മാരെ പേടിപ്പിക്കുന്ന പോലെ പേടിപ്പിക്കാനാണെങ്കിൽ നോട്ട് പോസിബിൾ യാർ. അതിനകത്തൊരു കാര്യമില്ല. പിന്നെ ബാക്കിയുള്ള സംഭവം ഉണ്ടല്ലോ, ഏതായാലും എല്ലാ തവണത്തെയും പോലെ സ്കാമുകളിൽ നിന്നെണ്ണം രക്ഷപ്പെട്ടു പോകും ഈ ഒരു സെനാരിയിലെന്ന് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന മീഡിയ ടീംസ് എല്ലാം ഈ കാര്യത്തിൽ ഇടങ്ങി നിൽക്കുകയാണ്. എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഒരു സ്പോർട്സ് ചാനൽ ലോഞ്ച് ചെയ്ത് സക്സസ് ആവാനായിരുന്നു ശ്രമം. അത് മറ്റു ചാനലുകൾക്കെല്ലാം മനസ്സിലായതുകൊണ്ട് മറ്റു ചാനലുകളെല്ലാം ഇവരെ ഇരയാക്കി കണ്ട് അവർക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട്. സോ നോട്ട് ഈസി ബ്രോ.